നമസ്കാരം. ശ്രീമദ് ഭാഗവതം മൂലം ഭാഗം 2. ഓം ഗം ഗണപതേ നമഃ. ഓം സം സരസ്വതേ സ്വാഹ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ശ്രീ രംഗനാഥ ശർമ്മണേ നമഃ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമഃ. നാരായണ 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 നാരായണ. ശ്രീമദ് ഭാഗവതം മൂലം ഭാഗം 2. ഇന്നലെ താപത്രയ വിനാശായ എന്നുള്ളതിൻ്റെ അർത്ഥം പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അതായത് പുത്രേഷണ, അർത്ഥേഷണ, ധാരേഷണ, ആ മൂന്നിനെയും ഇല്ലായ്മ ചെയ്താൽ മാത്രമേ വ്യക്തികൾക്ക് ഈശ്വരീയത അനുഭവിക്കാൻ പറ്റൂ. എന്നാൽ കുട്ടികൾ വേണ്ടാന്നോ, ഐദർ സ്പൗസിനെ സ്നേഹിക്കേണ്ടാന്നോ, ബഹുമാനിക്കേണ്ടാന്നോ അല്ല അർത്ഥം. സമ്പാദിക്കേണ്ടാന്നോ അല്ല അർത്ഥം. അപ്പോൾ പുത്രേഷണയുടെയും ധാരേഷൻ്റെയും അർത്ഥം പറയണ്ടായി. പുത്രന്മാർ എന്ന് പറഞ്ഞാൽ കുട്ടികൾ ഉണ്ടാവുമോ ഉണ്ടാവില്ലേ, ഉണ്ടായാൽ അവർ നന്നാവുമോ, അവർ നമ്മളെ നോക്കുമോ, ഇങ്ങനെ ആശങ്കകൾ ഉണ്ടാവുമ്പോൾ ഈശ്വരോപാസനയ്ക്ക് ബലം ഉണ്ടാവില്ല. അതേമാതിരി ഐദർ സ്പൗസ്, ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് പോരാ, നിറയില്ല, ഗുണമില്ല, മണമില്ല എന്നൊക്കെ വാദിക്കും. ആ വാദം തന്നെ തെറ്റ്. ഇനി അതിലേക്ക് നമ്മൾ കിടക്കണ്ട. ഇനി അർത്ഥേഷണ എന്ന് പറഞ്ഞാൽ സമ്പാദ്യം പോരാ, അച്ഛനമ്മമാർ ഒന്നും ഉണ്ടാക്കി വെച്ചിട്ടില്ല. ഇങ്ങനെ ചില കുൽസിത ബുദ്ധികൾ നമ്മുടെ ഉള്ളിലുണ്ടാവും. പണം ഉണ്ടാക്കാൻ വേണ്ടി നെട്ടോട്ടം ഓടുന്ന ആൾക്കാരുണ്ട്. പണം ഉണ്ടാവില്ല. അത് മഹാലക്ഷ്മി പൂജയോ സത്യനാരായണ പൂജയോ ലക്ഷ്മി നാരായണ പൂജ ചെയ്താൽ കാര്യമില്ല. കാരണം എന്താ? ജന്മാന്തര ദുരിതം, ജന്മാന്തര സുഹൃതം, ഇതിനെ ബേസ് ചെയ്തിട്ടാണ് ഈ പ്രസൻറ്റ് ജന്മം. അപ്പോൾ നമ്മൾ എന്ത് വേണം? പുനരഭിജനനം ഇല്ലാത്ത അവസ്ഥയിൽ നിഷ്കാമനായി, ഒന്നും കാമിക്കാതെ. കാരണം കാമിച്ചാൽ ഒന്നും നടക്കില്ല. ഇപ്പോൾ ഗുരുവായൂരമ്പലത്തിൽ ഇത്ര ക്യൂ എന്താ? ശബരിമലയിൽ എന്താ അത്ര ക്യൂ? പഴനിമലയിൽ, തിരുപ്പതിയിൽ എന്ന് വേണ്ട, എവിടെയൊക്കെ ആരാധനാലയങ്ങളുണ്ടോ അവിടെയൊക്കെ ക്യൂ കൂടുകയാണ്. ഈ നിന്ന് പ്രാർത്ഥിച്ചു പോയവർക്ക് കാര്യം സാധിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അവർ വരേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. അപ്പോൾ ഒരിക്കലും സംഭവിക്കാത്ത കാര്യമാണ് പ്രവർത്തിക്കാണ്ട്. ഇൻഡസ്ട്രിയസ് മൈൻഡ് എന്തായിരിക്കണം? ഇൻഡസ്ട്രിയസ് ആയിരിക്കണം. അവരവരുടെ അർഹതയ്ക്കനുസരിച്ചിട്ടുള്ളതൊക്കെ ഭഗവാൻ തരും. പൂർവജന്മത്തിൽ ചെയ്ത സുഹൃതത്തിനനുസരിച്ചിട്ടുള്ളതൊക്കെ ഭഗവാൻ തന്നിട്ടുണ്ടാവും, തന്നുകൊണ്ടിരിക്കും. സംശയമില്ല. നിങ്ങൾ അമ്പലത്തിൽ പോയാലും ശരി, അമ്പലത്തിൽ പോയില്ലെങ്കിലും ശരി. കാരണം ഭഗവാൻ ആരാ? ഭഗവാൻ എല്ലാം അറിയുന്ന ആളാണ്. നമ്മുടെ കർമ്മഫലങ്ങൾ ഭഗവാൻ എന്തിനാ? പക്ഷേ റെക്കറിങ് ഡിപ്പോസിറ്റ് പറയേണ്ട ഒന്നുണ്ട്. എന്താ റെക്കറിങ് ഡിപ്പോസിറ്റ്? എല്ലാ ദിവസവും അല്ലെങ്കിൽ എല്ലാ ആഴ്ചയും അല്ലെങ്കിൽ എല്ലാ മാസവും ഒരു നിശ്ചിത സംഖ്യ ബാങ്കിൽ ഡിപ്പോസിറ്റ് ചെയ്യുന്നതിനാണ് റെക്കറിങ് ഡിപ്പോസിറ്റ് എന്ന് പറയുക. അപ്പോൾ റെക്കറിങ് ഡിപ്പോസിറ്റ് കാലം കൂടിയാൽ പണം ഇട്ടതിനനുസരിച്ചുള്ള പലിശയെ കിട്ടുള്ളൂ. എൻ്റെ വീട്ടിൽ ബുദ്ധിമുട്ടുണ്ട് എന്ന് പറഞ്ഞത് കൊണ്ട് ബാങ്ക് മാനേജർ പലിശ തരില്ല. പിറന്നാൾ അല്ലെങ്കിൽ ഓണത്തിന് ചിലവാക്കി, അല്ലെങ്കിൽ വിഷുവിന്, അല്ലെങ്കിൽ ഒരു മരണാടിയന്തരം, പ്രസവ അടിയന്തരം, അല്ലെങ്കിൽ ആഷ് ചെയ്തു, വാട്ട് എവർ മേ ബി ദി കോസ്, അതൊന്നും ബാങ്ക് മാനേജർ കേൾക്കില്ല. ബാങ്ക് മാനേജർക്ക് നിശ്ചിത സമയത്ത് റെക്കറിങ് ഡിപ്പോസിറ്റിൽ പൈസ ഇട്ടിട്ടുണ്ടോ ഇല്ല, അത് മാത്രമേ കിട്ടുള്ളൂ. നമ്മൾ കരഞ്ഞുകൊണ്ട് കാര്യമുണ്ടോ? കാല് പിടിച്ചുകൊണ്ട് കാര്യമുണ്ടോ? ഇല്ല. അതേപോലെ ഭഗവാന്റെ അടുത്ത് പോയി നിന്നിട്ട് കരഞ്ഞത് കൊണ്ടോ, കാല് പിടിച്ചത് കൊണ്ടോ, വീടിൻ്റെ രൂപം എടുത്ത് വെച്ചത് കൊണ്ടോ, കാലിൻ്റെ രൂപം എടുത്ത് വെച്ചതുകൊണ്ടോ കാര്യമില്ല. ഇൻഡസ്ട്രിയസ് മൈൻഡ്, വ്യവസായിത്വം വേണം.
ആ വ്യവസായത്തിനാണ് വിവേകാനന്ദ സ്വാമികൾ പറയുണ്ടായി, അല്ലെങ്കിൽ രാമകൃഷ്ണ പരമഹംസർ പറയുണ്ടായി, ഭഗവത്ഗീതയിലും പറയുന്നുണ്ട്, ഭാഗവതത്തിലും രാമായണത്തിലും ഒക്കെ പറയുന്നുണ്ട്. എന്താ പറഞ്ഞത്? ഉണരൂ, ഉണരൂ, ഉണരുവിൻ. ഉണർന്നാൽ മാത്രം പോരാ, പ്രയത്നിക്കുവിൻ, പ്രയത്നിക്കുവിൻ, പ്രയത്നിക്കുവിൻ. പ്രയത്നം കൊണ്ട് നേടാൻ സാധിക്കാത്തതൊന്നുമില്ല. പക്ഷേ പ്രയത്നം കൊണ്ട് നേടിയത് മമതയ്ക്ക് വേണ്ടി വെച്ചാൽ ഈശ്വരൻ കനിയില്ല. പ്രീതിജനകമായിട്ട് അവരവരുടെ സന്തത സഹചാരികളെ, സഹോദരന്മാർ, കസിൻസ്, അല്ലെങ്കിൽ തറവാട്ടിൽ നമ്മളെക്കാൾ പീഡനങ്ങൾ അനുഭവിക്കുന്നവർ, അവർക്ക് വേണ്ട സഹായ സൗകര്യങ്ങൾ ചെയ്തു കൊടുത്താൽ നമ്മുടെ കയ്യിലൊന്നുമില്ലെങ്കിലും ആവശ്യമുള്ള സമയത്ത് എവിടെന്നെങ്കിലും വരും. കൊടുത്തത് കൊല്ലത്തും കിട്ടുമെന്ന് പറയും അല്ലേ? അതെന്താണ് കാരണം? അതൊരു സയൻസാണ്. ഒരു റബ്ബർ ബാള് നിലത്ത് എത്ര ഫോഴ്സിന് ഇടണോ അത്ര ഉയരത്തിലേക്ക് പോകും. ചുമരുമ്പിലേക്ക് എത്ര ഫോഴ്സിലേക്ക് എറിയോ അത്ര അത് സ്പീഡിൽ തിരിച്ചു വരും. അപ്പോൾ കൊടുക്കുന്നവൻ്റെ കൈ മേലെയും വാങ്ങുന്നവൻ്റെ കൈ താഴെയാണ്. അപ്പോൾ നമ്മളായിരിക്കണം, താഴെയുള്ളവനായിരിക്കണോ? അല്ല, കൊടുത്തുകൊണ്ടിരിക്കണം. ഗീവ് ആൻഡ് ടേക്ക് റെസ്പെക്റ്റ്. മറ്റുള്ളവരെ ബഹുമാനിക്കൂ, അപ്പോൾ നിങ്ങൾക്ക് ബഹുമാനം കിട്ടും. മറ്റുള്ളവരെ സ്നേഹിക്കൂ. ലവ് ഫോർ ദി സേക്ക് ഓഫ് ലവ്, ഭക്തി ഫോർ ദി സേക്ക് ഓഫ് ഭക്തി. ആപ്തവാക്യങ്ങളാണ്. സ്നേഹിക്കുക, സ്നേഹിച്ചുകൊണ്ടേയിരിക്കുക. സ്നേഹം തിരിച്ച് കിട്ടണുണ്ടോ ഇല്ല എന്നുള്ളത് നോക്കരുത്. സ്നേഹം തിരിച്ച് കിട്ടിയാലേ സ്നേഹിക്കൂ എന്ന് പറഞ്ഞാൽ ആക്ഷന് റിയാക്ഷൻ ഇല്ല. ആക്ഷൻ വേണമെങ്കിൽ സ്നേഹിക്കണം. അപ്പോൾ ഭഗവാനോട് അനവരതം സദാസേവ്യ എപ്പോഴും ഈശ്വരനെ സേവിച്ചു കൊണ്ടിരിക്കുക. അപ്പോൾ ഈശ്വരൻ സപ്തർഷികളോട് പറഞ്ഞു, ഞാൻ ജീവജാലങ്ങളുടെ മനസ്സിലാണ് ഇരിക്കുന്നത്. അപ്പോൾ അതിനൊരു ഡിസ്ക്രിപ്ഷൻ പറയാണ്ട് നമുക്ക് മുമ്പിലേക്ക് പോകാൻ പറ്റില്ല. ഈ മനസ്സിലിരിക്കുന്ന ജീവചൈതന്യത്തിൻ്റെ ഡെൻസിറ്റി എന്താണ്? അത് 99.99% ആൾക്കാർക്ക് അറിയില്ല. ഐ വീറ്റോ, അതെ ഞാൻ പന്തയം വയ്ക്കണമെന്ന് അർത്ഥം. ബാലാഗ്ര ശതഭാഗസ്യ വിസ്തരസ്യ ഏകോ ജീവ പ്രമാണമാണ്. ബാൽ എന്ന് പറഞ്ഞാൽ തലമുടി. ഈ തലമുടിയുടെ ടിപ്പിനെ ബാലാഗ്ര ശതഭാഗസ്യ 100 വിഭജിച്ചു. വിസ്തരസ്യ ഏകോ ജീവ, വീണ്ടും അതിനെ അതേപോലെ വിസ്തരിക്കണം എന്ന് പറഞ്ഞാൽ ഭാഗിക്കണം. അപ്പോൾ ഒരു തലനാര് മുടിയുടെ ടിപ്പിനെ 100 വിഭജിച്ചു. വിഭജിച്ച ഒരു ഭാഗത്തിനെ വീണ്ടും 100 വിഭജിച്ചു. അപ്പോൾ 1, 10, 100, 1000, 10,000-ൽ ഒരു ഭാഗം. തലമുടിയുടെ ടിപ്പിനെ 10,000 ഭാഗങ്ങളാക്കിയാൽ എന്താണോ അതാണ് മൈക്രോസ്കോപ്പ് കൊണ്ടോ അല്ലെങ്കിൽ MRI ടെസ്റ്റ് കൊണ്ടോ സ്കാൻ ചെയ്തതുകൊണ്ടോ നമ്മുടെ ഉള്ളിലുള്ള ജീവനെ നമുക്ക് കാണാൻ പറ്റില്ല. എൻ്റെ തുളസീദളം ശ്രോതാക്കളെ, എനിക്ക് നിങ്ങളോട് ചിലപ്പോൾ സിമ്പതി തോന്നും. എന്ന് പറഞ്ഞാൽ ഈ ശ്രോതാക്കളിൽ എനിക്കൊരു സിമ്പതി ഉണ്ടെന്ന് പറയാൻ കാരണം എന്താ? ഞാൻ കേമനായതുകൊണ്ടല്ല. കേൾക്കുന്ന ആൾക്കാർക്ക് ഇതിപ്പോൾ ഒരു ബോംഷെല്ല് മാതിരിയാവും തോന്നിയിട്ടുണ്ടാവുക. വാസ്തവികത എന്തുകൊണ്ട് ഇതുവരെ മറിഞ്ഞിരുന്നു നിങ്ങൾക്ക്? അല്ലേ? നിങ്ങളെല്ലാവരും നാരായണീയം അല്ലെങ്കിൽ ജ്ഞാനപ്പാന എന്ന് വേണ്ട, വാട്ട് നോട്ട്, വളരെ മധുരമായിട്ട് പീലിയിൽ തോറ്റു പോകുന്നു വേണമെങ്കിൽ പറയാം. അത്രയും ശ്രുതിമധുരമായിട്ട് നിങ്ങൾ പാടുന്നുണ്ട് ചിലവർ. ഞാൻ 1-2 കേട്ടു, എനിക്ക് വളരെ ഇഷ്ടമായി. എനിക്കങ്ങനെ പാടാൻ പറ്റില്ല, പാടാൻ അറിയില്ല, പാട്ട് പഠിച്ചിട്ടില്ല, ഞാനൊന്നും പഠിച്ചിട്ടില്ല. എൻ്റെ സ്ഥിതി മഹാമോശ. പക്ഷേ ഈശ്വരീയത എന്ന് പറഞ്ഞിട്ട് ഒന്ന് എൻ്റെ ഒപ്പമുണ്ട്. അതുകൊണ്ട് ഞാൻ വിചാരിക്കുന്ന കാര്യങ്ങൾ നടക്കും. അപ്പം ഞാൻ വെറുതെ ബാലാഗ്ര ശതഭാഗസ്യ വിസ്തരസ്യ ഏകോ ജീവ 10,000-ൽ ഒന്നാണ്, അത് സയൻറ്റിഫിക്കായിട്ട് നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ ഞാൻ പറഞ്ഞു. ഇനി നിങ്ങൾക്ക് അറിയുന്നൊരു കഥയുണ്ട്, പൂതനാമോക്ഷം ഇല്ലേ?
അപ്പോൾ ഈ പൂതനാമോക്ഷം നടക്കുന്ന സമയത്ത് കൃഷ്ണന്, കുട്ടിക്കൃഷ്ണന്, കുഞ്ഞിക്കൃഷ്ണന് പ്രായം എത്രയാണ്? 1 മാസം തികഞ്ഞിട്ടില്ല. 1 മാസം തികഞ്ഞിട്ടില്ല. ആ കൊച്ചുകുട്ടി അമ്മയുടെ ഭാവത്തിൽ തൻ്റെ മുലക്കച്ച അഴിച്ച് ആ കുഞ്ഞ് വാവേലിക്ക് തൻ്റെ സ്ഥലം തിരികെ കൊടുക്കുകയാണ്. അപ്പോൾ ആ കുട്ടി എന്ത് ചെയ്തു? ഈ കുട്ടികളുടെ കുഞ്ഞിക്കൈയൊക്കെ ഇങ്ങനെ ചുരുണ്ട് പിടിച്ചിട്ടാവും, ഇങ്ങനെ പിടിക്കില്ല അവർ, ഇങ്ങനെ ആയിരിക്കും. അതുകൊണ്ട് ഈ കാറിൻ്റെ ഒക്കെ വൈപ്പർ പെരുമാറുന്ന കൂടുതൽ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും 4 തേക്കിൽ തേച്ചു. അതോടുകൂടി ആ സ്ഥാനത്തിൽ പുരട്ടിയിട്ടുള്ള കാളകൂട വിഷം പോയി കിട്ടി. കുട്ടി രുചിച്ച് കുടിക്കാൻ തുടങ്ങി. എന്നാൽ സത്യത്തിൽ പാലുണ്ടോ? ഇല്ല, പാലില്ല. പിന്നെ എന്താ കുടിച്ചത്? പൂതനയുടെ ജീവനെ. പൂതനയുടെ ജീവനെ സ്തനസുഷിരങ്ങളിൽ കൂടി പാനം ചെയ്തു എന്ന് ഭാഗവതം പറയുന്നു. അപ്പോൾ സ്ത്രീകളുടെ സ്തനസുഷിരങ്ങൾ എന്നേക്കാൾ നിങ്ങൾക്കറിയും. അതിൻ്റെ ഒന്നുകൂടെ ഈ ജീവൻ വരണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ദൈർഘ്യം എന്തായിരിക്കും? അതാണ് ബാലാഗ്രശതവാഗസ്യ വിസ്തരസ്യ ഏകോ ജീവ. ഇത് സമുദ്രത്തിലുള്ള ഏറ്റവും മാമലായിട്ടുള്ള തിമിംഗലമാണെങ്കിലും കരയിലുള്ള ആനയാണെങ്കിലും, ഇപ്പം മറ്റേ ജീവജാലങ്ങളൊക്കെ പോയി, ഇപ്പോൾ വലിയ ഏറ്റവും ഭീമാകാരമായിട്ടുള്ളത് ആനയാണ്. നമ്മുടെ തലയുടെ രോമത്തു കൂടി അരിച്ചുകൊണ്ടിരിക്കുന്ന ഈര്, അല്ലെങ്കിൽ വേറൊരു സാധനം ഉണ്ടല്ലോ, ഷാമ്പു ഒക്കെ തേക്കും, ചീന്തിയാൽ വെളുപ്പ് നിറത്തിൽ താരൻ, അതിനും ജീവുണ്ട്. താരൻ കടിക്കും. അത് കാണാനില്ല, നമുക്ക് കാണില്ല. ഒരു വെളുത്ത പൊടി അത് കടിക്കും, അപ്പോഴാണ് ഇട്ട് മാന്തും നമ്മൾ. അപ്പം ഭഗവാൻ സൂക്ഷ്മ അവസ്ഥയിൽ ഈ ഒറ്റക്കോശമായിരിക്കുന്ന അമീബയിലും ബഹുകോശമായിരിക്കുന്ന ജീവജാലങ്ങളിലും ഒരേപോലെയാണ് ഇരിക്കുന്നത്. ഒരു 180 കിലോ വെയിറ്റുള്ള ഒരാൾ, നത്തിങ് ഡൂയിങ്, ബാലാഗ്ര ശതഭാഗസ് വിസ്തരസ് ഏകോ ജീവ, അത്രയേ ഉള്ളൂ. ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞാൽ നമ്മൾ രക്ഷപ്പെട്ടു. അപ്പോൾ ആ ജീവാത്മാവിന്, അല്ലെങ്കിൽ ആ പരബ്രഹ്മത്തിന്, അല്ലെങ്കിൽ ആ പരമാത്മാവിന് ഇത്രയൊക്കെ ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ആ സാധനം ഇരിക്കുന്നത് ശ്രീലകത്തല്ല, അവരവരുടെ ഉള്ളിലാണ്. ഈ ആത്മാവ്, ഈ പരമാത്മാവ്, ഈ സർവജ്ഞനായ പരബ്രഹ്മം ഇരിക്കുന്നത് എവിടെയാണ്? എൻ്റെ നിങ്ങളുടെ ഉള്ളിലാണ്. ഒരു 10-25 കൊല്ലം മുമ്പ് ഒരു സിനിമ ഉണ്ടായി, ഹം കിസിസേ കം നഹി, ഇല്ലേ? എന്താ അർത്ഥം? ഹം കിസിസേ കം നഹി എന്ന് പറഞ്ഞാൽ ഞാൻ മറ്റുള്ളവരെക്കാൾ മോശക്കാരനല്ല. അതല്ലേ സത്യം, അതല്ലേ അഹം ബ്രഹ്മാസ്മി, അതല്ലേ തത്വമസി. നീ ആരെ തേടുന്നു അത് നീ തന്നെയാണ്. അതെങ്ങനെയാണ് പറയുക? ബാലാഗ്ര ശതഭാഗസ്യ വിസ്തരസ്യ ഏകോ ജീവാ പ്രമാണം. ഇത്രയും മനസ്സിലായി കഴിഞ്ഞാൽ ധാരേഷനെയും പുത്രേഷനെയും അർത്ഥേഷനെയും നമ്മൾക്ക് ഒരു കൈ അകലത്തിൽ നിർത്താം. ഞാൻ ചെയ്യേണ്ടത് ചെയ്തിട്ടുണ്ട്, എനിക്ക് സ്ഥിരം ചെയ്തുകൊണ്ടിരിക്കാനുള്ളത് ഈശ്വരോപാസന മാത്രമേ ഉള്ളൂ. നമ്മുടെ സഹോദരി സഹോദരന്മാരെ, അമ്മ പെങ്ങന്മാരെ, അച്ഛനമ്മാവന്മാരെ, സഹോദരന്മാരെ, ആരെങ്കിലും ഒരാൾ എൻ്റെ മകൻ, അല്ലെങ്കിൽ എൻ്റെ മകൾ, എൻ്റെ മരുമകൻ, അല്ലെങ്കിൽ എൻ്റെ മരുമകൾ കണ്ണൂർ സെൻട്രൽ ജയിലിൽ പോയി 6 മാസമോ 6 കൊല്ലോ 60 കൊല്ലോ ഇരിക്കണേ എന്നാരെങ്കിലും പ്രാർത്ഥിക്കുന്നുണ്ടോ? ഞാനൊരു എക്സാമ്പിൾ കണ്ണൂർ ജയിലിൽ നിന്ന് പറഞ്ഞേ ഉള്ളൂ. തിരുവനന്തപുരത്തുണ്ട്, തൃശ്ശൂരുണ്ട്, ഡിസ്ട്രിക്ട് ജയിലുകളുണ്ട്, താലൂക്ക് ജയിലുകളുണ്ട്. പക്ഷേ ഈ ജയിലുകളിലൊക്കെ എന്നെപ്പോലെയും നിങ്ങളെപ്പോലെയുള്ളവരുടെ അരുമ സന്താനങ്ങളാണ് അവരൊക്കെ. എന്താണ് കാരണം? ഒരു സർക്യൂട്ട് ബ്രേക്ക് ഉണ്ട് അല്ലേ? സർക്യൂട്ട് ബ്രേക്ക് എന്ന് പറഞ്ഞാൽ തലയ്ക്ക് സുഖമില്ലാതെ അർത്ഥം പറയും.
അപ്പോൾ ഞാൻ പറഞ്ഞു കൊണ്ടുവരുന്നതിൻ്റെ ഉദ്ദേശം, നമ്മൾക്ക് തമ്മിലുള്ള ബന്ധം എന്താണ്? ആർക്കും ആരോടും ഒരു ബന്ധവുമില്ല. സ്വാർത്ഥതയാണ് ബന്ധത്തിന് കാരണം. പുരുഷൻ സ്ത്രീനെ വിവാഹം ചെയ്യിക്കുന്നത് പുരുഷൻ്റെ സ്വാർത്ഥതയാണ്. അല്ലാന്ന് പറയാൻ സമ്മതിക്കില്ല. അല്ലാന്ന് പറയാൻ ചില എക്സെപ്ഷണൽ കേസ് ഉണ്ടാവും. അതെങ്ങനെയാണ്? നിങ്ങൾക്ക് പറഞ്ഞാൽ നിങ്ങൾ ഞെട്ടും. ഞാൻ വിവാഹം കഴിച്ച എൻ്റെ ഭാര്യയെ തൊടണമെന്നുണ്ടെങ്കിൽ അവളുടെ പെർമിഷൻ ഞാൻ ചോദിച്ചിട്ടുണ്ടോ? നിൻ്റെ ശാരീരിക അവസ്ഥ എന്താണ്? നിൻ്റെ മാനസിക അവസ്ഥ എന്താണ്? എന്നെ ഞാനൊന്ന് സ്പർശിക്കട്ടെ. എവിടെ സ്പർശിക്കണം? ദാറ്റ് ഈസ് ആൾസോ ക്വസ്റ്റ്യൻഡ്. ഇതാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ ചിലപ്പോൾ ഇത് കേട്ടാൽ ഭാഗവതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകും, ഇല്ലെങ്കിൽ നിങ്ങൾ ഭാഗവതത്തിലേക്ക് ആഴ്ന്നിറങ്ങും. എനിക്ക് രണ്ടാഴ്ച എന്നെ ബാധിക്കില്ല, ഭാഗവതത്തിനും ബാധിക്കില്ല. ആരെയാ ബാധിക്കുക? ഇറങ്ങുന്നവരെയും ബാധിക്കും, പുറത്തു പോണവരെയും ബാധിക്കും. പുറത്തു പോണവരെങ്ങനെ ബാധിക്കും? കാര്യങ്ങൾ നേടാൻ ഉള്ള കഴിവ് അവർക്ക് ഈ ജന്മത്തിലല്ല, ഒരു ജന്മത്തിലും വരില്ല. ഭാഗവതത്തിലേക്ക് ഊഴ്ന്ന് ഇറങ്ങിയവർക്കോ അവർ രക്ഷപ്പെടും. എങ്ങനെ രക്ഷപ്പെടും? ജനന മരണങ്ങളില്ലാത്തൊരവസ്ഥയിൽ അവരെത്തിപ്പെടും. ഇത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കണം. അപ്പോൾ ആ താപത്രയ വിനാശായ, അതിന് ശ്രീകൃഷ്ണായ വയം നമ. ഈ നമ എന്നുള്ള വാക്ക് തിരിച്ചിട്ട് നോക്കൂ. മനസ്സ് നമിക്കണം. മനസ്സ് അഹങ്കാരപൂരിതമായാൽ തല കുമ്പിടാൻ സാധിക്കില്ല. ഈ തല കുമ്പിടാൻ തുടങ്ങിയാലത്തെ രസം ദശുണ്ടോ? താണനിലത്തെ നീരോടും വെള്ളം പ്രവേശിക്കുക താണനിലത്താണ്. അപ്പം നമ്മൾ താണാൽ ഈ ഭാഗവതമാകുന്ന എന്താണ് അതിനെ പറയുക, അമൃത്. സുധ എന്ന് പറഞ്ഞാൽ അമൃത്. ഭാഗവതമാകുന്ന സുധ ചെവിയിൽ കൂടെ ഇറങ്ങി നമ്മുടെ മനസ്സിൽ നിറയണം. അത് മനസ്സിലിറങ്ങിയിട്ടുണ്ടെങ്കിൽ എല്ലാ നാഡികളിൽ കൂടിയും അത് പ്രവഹിച്ച് എവിടെ പോയി നിൽക്കും? നമ്മുടെയൊക്കെ കുണ്ടലിനി ശക്തി എവിടെ സ്ഥിതി ചെയ്യുന്നത്? കുണ്ടലിനി ശക്തി സ്ഥിതി ചെയ്യണത് ജനനേന്ദ്രിയത്തിൻ്റെ മേലെ പൊക്കിളിന് താഴെ 3.5 ചുറ്റുള്ള ഒരു സർപ്പാകൃതിയിൽ ഒരു സർപ്പമാണ് കിടക്കുന്നത്. അതിനെ ഹുങ്കാരം കൊണ്ട് അല്ലെങ്കിൽ ഓങ്കാരം കൊണ്ട് ജപിച്ച ഓം ഓം എൻ്റെ സമീപ ക്ഷേത്രത്തിൽ ബെല്ലടിച്ചു, മണിയടിച്ചു, നട തുറക്കാൻ പോവുക. ഞാൻ എന്താ ചെയ്തത്? ഓങ്കാരം. എന്നാൽ 1 മിനിറ്റ് മുമ്പോ 1 മിനിറ്റ് പിൻപോ ആയിക്കൂടെ? പറ്റില്ല. ഇതറിയുന്ന ആൾ ഞാൻ എപ്പോൾ ഓങ്കാരം ചെല്ലണം എന്നുള്ളത് എൻ്റെ ഉള്ളിലുള്ള ചൈതന്യമാണ് നിശ്ചയിക്കുക. അത് പറയുന്ന സമയത്ത് ഓങ്കാരം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ഓങ്കാരം കണ്ണടച്ച് ഇരുന്ന് പ്രാക്ടീസ് ചെയ്താൽ ഈ കുണ്ടലിനി ശക്തി മെല്ലെ ഉണരും. അത് നട്ടെല്ലിൻ്റെ ഉള്ളിൽ കൂടെ പിങ്കള പറഞ്ഞിട്ട് 2 നാഡികളുണ്ട്. അതൊന്നും കാണില്ല, സൂക്ഷ്മാവസ്ഥയിലുള്ളതാണ്. അതുകൂടെ മേപ്പെട്ട് കയറും. മേപ്പെട്ട് കയറുക എങ്ങനെയാണ്? ഷഡാധാരങ്ങളെ ഭേദിച്ചിട്ട്. ഷഡ് ചക്രങ്ങൾ. അതിപ്പോൾ കാണാണ്ട് പറയാൻ എനിക്കറിയില്ല, ഞാൻ അത്ര പഠിച്ചിട്ടില്ല. ഞാൻ അവിടേക്കൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അതിനെ ഭേദിച്ച് സഹസ്രാര പത്മത്തിൽ നമ്മുടെ ഓരോരുത്തരുടെയും ഉച്ചി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൂർധാവിൽ പോയി പിന്നെ മേപ്പെട്ട് പോകാൻ നിവൃത്തിയില്ല. അത് ഒരു പരന്ന് പ്രവഹിക്കുന്ന ഒരു സൈഫൺ പോലെ അല്ലെങ്കിൽ ഒരു ഫൗണ്ടൈൻ പോലെ കീഴ്പ്പെട്ട് തന്നെ
അതിനെയാണ് അമൃതാനന്ദം പൊഴിക്കുക എന്ന് പറയുക. അപ്പോഴാണ് ശരീരം കോരിത്തെരിക്കും, ഗദ്ഗതം വരും, ശംഖില് ശബ്ദം വന്ന് തടയും. കൃഷ്ണ വിളിക്കാൻ പറ്റില്ല, ഗുരുവായൂരപ്പാന്ന് വിളിക്കാൻ പറ്റില്ല, രോമമൊക്കെ നീട്ടി നിൽക്കും, ഗദ്ഗതം വരും, പുളകം കൊള്ളും, ചിലപ്പോൾ ശരീരം വയർക്കും. അത് സ്ഥിരം പ്രാക്ടീസ് ചെയ്യുമ്പോൾ ശരീരം മുഴുവൻ ആനന്ദമാകുന്ന അമൃതത്തിൻ്റെ ഒരു എന്താണ് പറയുക, ഈ ഫൗണ്ടൈൻ വർക്ക് ചെയ്യണത് പുഴയെന്നോ തോട്ടുന്നോ വെള്ളം അടിച്ചിട്ടല്ല കേട്ടോ. ഒരു പാത്രത്തിൽ എത്ര വെള്ളമുണ്ട്, ആ വെള്ളം മേപ്പട്ടൻ്റെ പോകണു, അത് താഴത്തേക്ക് വരുന്നു, അതന്നെയാണ്. അതിപ്പോൾ ഫൗണ്ടൈൻ ഉള്ളവർക്കേ അറിയുള്ളൂ അത്. അപ്പം എൻ്റെ ശരീരത്തിലുള്ള ശക്തിനെ ഞാൻ നിയന്ത്രിച്ചിട്ട് അതിനെ അമൃതമാക്കണം. അത് അമൃതം ആവണത് എപ്പോഴാണ്? നമ്മുടെ ഉച്ചിയിൽ തഥാധൻ പറഞ്ഞൊരു ഋഷി ഇരിക്കുന്നുണ്ട്, സാങ്കല്പികമായിട്ട്. ഒക്കെ സാങ്കല്പികമാണ്, ഈ മനസ്സ് സാങ്കല്പികമാണ്. ഞാൻ വർത്തമാനം പറഞ്ഞിരിക്കണതിൻ്റെ ഇടയ്ക്ക് എൻ്റെ മനസ്സ് ഷാർജയിൽ എൻ്റെ മകൾ എന്ത് ചെയ്യുന്നു, ഡെൻമാർക്കിൽ എൻ്റെ മരുമകൾ എന്ത് ചെയ്യുന്നു, എൻ്റെ മകൻ എന്ത് ചെയ്യുന്നു, ആലോചിക്കാം. മനസ്സ് ചിലപ്പോൾ അവിടെ പോയിട്ട് വരും. നിങ്ങളുടെ മനസ്സും നിങ്ങളിത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സ് ചിലപ്പോൾ പേരക്കുട്ടികളുടെ അടുത്തേക്ക് പോയിട്ടുണ്ടാവും. ചിലവർക്ക് ഇത് എപ്പോഴാണ് കഴിയുക? ഈ കഴിയൽ രണ്ട് തരമുണ്ട്. കഴിഞ്ഞാൽ ഇനി അടുത്ത ദിവസം വരെ കാത്തിരിക്കേണ്ടതെന്ന് തോന്നുന്ന ആൾക്കാരുണ്ട്. ഇതാണ് കഴിഞ്ഞു വിചാരിച്ചാൽ പുതുതായിട്ടൊരു സംരംഭം തുടങ്ങി വയ്യ, അതാണ് കേട്ട് കളഞ്ഞളയാം. ഇങ്ങനെ എല്ലാറ്റിലും ഗിവ് ആൻഡ് ടേക്ക് ഉണ്ട്. അപ്പോൾ ഈ തഥാതനെ നമ്മൾ ശ്രദ്ധിക്കണം. അത് എന്തിനാന്ന് ചോദിച്ചാൽ, ഈ പുത്രേഷ്ണ ധാരേഷ്ണ അർത്ഥേഷ്ണ എങ്ങനെയാണ് നമ്മുടെ ഉള്ളിൽ പ്രവർത്തിക്കണതെന്ന് നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ടാണ്. ഞാൻ നാരായണ 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 അങ്ങനെ ജപിക്കും. അല്ലെങ്കിൽ ഞാൻ എന്ത് ശബ്ദം ഉണ്ടെങ്കിലും ഈ ഉച്ചിയിലുള്ള തഥാതൻ, എൻ്റെ ഉച്ചിയിൽ മാത്രമല്ല നിങ്ങളുടെയൊക്കെ ഉച്ചിയിൽ ഈ തഥാതൻ ഇരിക്കുന്നുണ്ട്. തഥാസ്തു 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 എന്ന് പറയും. എന്താ തഥാസ്തു എന്ന് പറഞ്ഞാൽ അതങ്ങനെ ആവട്ടെ എന്ന്, അല്ലേ, അത് അങ്ങനെ ആവട്ടെ എന്ന്. നാരായണനായിക്കോട്ടെ, നാരായണനാവട്ടെ. നേരെ മറിച്ച് ഞാൻ എൻ്റെ ഭാര്യേനെ, എനിക്കിപ്പോൾ അങ്ങനെയല്ല സ്വാതന്ത്ര്യം എടുക്കാൻ പറ്റുള്ളൂ, നിങ്ങളതിന് പറയാൻ പറ്റില്ലല്ലോ. ഈ LIC ഏജൻറ്റുമാർ നിങ്ങളിൽ പലവരും ഉണ്ടാവും. അവരെന്താ പറയുക, എനിക്ക് 7-8 പോളിസി ഉണ്ട്, മരണം എന്നെ കൊണ്ടുപോയാൽ എൻ്റെ ഭാര്യയ്ക്ക് ഇത്ര ലക്ഷം കിട്ടുന്ന. ഇത് കേട്ടിട്ട് ഉടനെ കാശ് കൊടുത്തിട്ട് നമ്മൾ പോളിസി വാങ്ങും. നമ്മൾക്ക് ജീവിച്ചിരിക്കുമ്പോൾ നമ്മൾക്ക് സ്നേഹം കൊടുക്കാൻ സാധിച്ചുവോ, അതാണ് ഏറ്റവും വലിയ ഇൻഷുറൻസ് പോളിസി. അല്ലാതെ എൻ്റെ ക്യാഷല്ല. അത് നമുക്ക് ആർക്കും അറിയില്ല. ഞാനിത് ഈ കുരുത്തക്കേട് ചെയ്യുന്നില്ല, എനിക്ക് LIC ഇല്ല. ഉണ്ടായിരുന്നു ഒരു 1440 റുപ്യയുടെ ആനുറ്റി ആയിട്ട് എല്ലാ മാസം കിട്ടത്തക്ക വിധത്തിൽ ഈ സർവീസിലിരിക്കുമ്പോൾ കുറച്ച് പെൻഷൻ ലാഭിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട്. അല്ലാണ്ട് ലക്ഷങ്ങളോ കോടികളോ മുടക്കിയിട്ട് ഞാനൊന്നും ചെയ്തിട്ടില്ല, അതിന് ആവശ്യമില്ല. ഇപ്പം ഞാൻ റിട്ടയർ ചെയ്തിട്ട് 13 വർഷമാവും. അതെ, 13 വർഷം കഴിഞ്ഞു റിട്ടയർ ചെയ്തിട്ട്. വലിയ അസുഖങ്ങളൊന്നും വന്നിട്ടില്ല. എന്താ കാരണം? ലാഫ്റ്റർ ഈസ് ദി ബെസ്റ്റ് മെഡിസിൻ. ഒരു പ്രമാണമുണ്ട്. ചിരിക്കാൻ സാധിക്കുക. ചിരി എന്നുള്ളത് അത് ആർട്ടിഫിഷ്യൽ ആവരുത്. ആർട്ടിഫിഷ്യലായാൽ പെട്ടെന്ന് മനസ്സിലാവും ചിരിക്കണവർക്ക്. ചിരിക്കണവർക്കും മനസ്സിലാവും, ചിരി കാണുന്നവർക്കും മനസ്സിലാവും. അപ്പോൾ മനസ്സ് തുറന്ന് ചിരിക്കുക. ലാഫ്റ്റർ ഈസ് ദി ബെസ്റ്റ് മെഡിസിൻ. പ്രയർ ഈസ് ദി ബെസ്റ്റ് മെഡിസിൻ. പ്രയർ, പ്രാർത്ഥിക്കുക. ഈ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ പ്രാർത്ഥനയുടെ ശരിയായ അർത്ഥം പ്രാപിക്കുക എന്നാണ്. അത് നമ്മൾ അറിയണില്ല, അതുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കും. അപ്പോൾ ഭഗവാനെ പ്രാപിക്കാനുള്ള കാര്യം നടക്കുക. നമ്മൾ ശരിക്കും ഇപ്പം എന്താ ചെയ്യുന്നത്? അർത്ഥിക്കുകയാണ്. എന്താ അർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ? ഇരക്കുക. ആരുടെ അടുത്ത്? ഭഗവാന്റെ അടുത്ത്. സോറി, ഞാൻ നിങ്ങളുടെ ക്ഷമ ഞാൻ പരീക്ഷിക്കുന്നതല്ല കേട്ടോ. എനിക്ക് വീട് വയ്ക്കാറാവണേ, എനിക്ക് സ്കൂട്ടി മാറിയിട്ട്
നല്ല പിന്നെ അതെ 4 വീലർ ആവണേ, അത് ആദ്യം ആൾട്ടോ ആയാലും മതി എന്ന് പറയും. അത് കഴിഞ്ഞാൽ പറയും എനിക്കൊരു സെൻ അല്ലെങ്കിൽ ഒരു വേഗണാർ വേണേ തോന്നും. അത് കഴിഞ്ഞാൽ തോന്നും എനിക്ക് ഒരു SUV ആയിക്കോട്ടെ. അങ്ങനെ 3 കോടി 4 കോടി രൂപ ഉള്ള വാഹനങ്ങൾ നമ്മുടെ നേരത്തെ കൂടെ പോകുന്നുണ്ട്. എൻ്റെ 800 ആൾട്ടോവും കൂടെ ഓടുന്നത്. അപ്പോൾ ഇവിടെ പറഞ്ഞു വന്ന എൻ്റെ സംഗതി എന്താ എന്ന് ചോദിച്ചാൽ, കാമനകൾ പാടില്ല. നിഷ്കാമനായിട്ട് എൻ്റെ ഡ്യൂട്ടി, എൻ്റെ കടമകൾ, എൻ്റെ കടപ്പാടുകൾ ഞാൻ ചെയ്യാം. അപ്പോൾ ഈ തഥാതൻ്റെ മുഴുമിച്ചിട്ടില്ല ഞാൻ. അപ്പോൾ ഞാൻ എൻ്റെ ഭാര്യയെ മൂദേവി എന്ന് വിളിച്ചാൽ തഥാതം പറയും തഥാസ്തു തഥാസ്തു. അവൾ മൂദേവി ആവുന്നല്ല അർത്ഥം, ഈ പറയുന്ന ആൾ മൂദേവി ആവുന്ന. ഇപ്പം എന്താ മനസ്സിലായത് നിങ്ങൾക്ക്? ഒരു കാരണവശാലും ഒരു സന്ദർഭത്തിലും ഇന്നു മുതൽ നിങ്ങൾ രണ്ടാമതൊരാളെയോ മൂന്നാമതൊരാളെയോ കുറ്റം പറയാൻ പാടില്ല. ഇന്നു മുതൽ നിങ്ങളൊരു പ്രതിജ്ഞ ചെയ്യണം. ഭാഗവതമാണ് സത്യം. ഞാൻ ഒരാളെ പറ്റി എന്താ പറയുക, അതെ, ഇല്ലാത്ത കാര്യങ്ങൾ പറയില്ല. അവർക്ക് ദുഃഖം ഉണ്ടാക്കുന്ന കാര്യം ഞാൻ പറയില്ല. അങ്ങനെ പറയണം, ജീവിക്കണം. ഈ ഭാഗവതം പറയുന്ന തത്വശാസ്ത്രങ്ങൾ സ്വന്തം ജീവിതത്തിലേക്ക് പകർത്താതെ കണ്ട് നമ്മൾക്ക് ഈശ്വരാനുഗ്രഹം ഉണ്ടാവില്ല. ഈശ്വരാനുഗ്രഹം ഉണ്ടാവണമെങ്കിൽ ഈശ്വരൻ്റെ കൃപയ്ക്ക് നമ്മൾ പാത്രീഭൂതരാവണം. ഈശ്വര കൃപയ്ക്ക് പാത്രീഭൂതരാവണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ഇഷ്ടത്തിന് നമ്മൾ ജീവിക്കരുത്. തത്വശാസ്ത്രങ്ങൾ എന്തു പറഞ്ഞിട്ടുണ്ട് അതേ ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ ഇനി വേറൊരു ബോംബ് ഇടുന്നത്, ഇന്നലെ ചെറുതായിട്ടൊരു സൂചന തന്നു. അഹിംസ പരമോ ധർമ്മ. സനാതനധർമ്മത്തിൽ, ഹിന്ദു എന്ന് ഞാൻ പറയുന്നില്ല, സനാതനധർമ്മത്തിൽ അഹിംസ, ആരും ഹിംസിക്കാൻ പാടില്ല. അപ്പം എന്തായി ചോദിച്ചാൽ, ഒരു സാധനത്തിനെയും കൊല്ലാനോ തിന്നാനോ പാടില്ല. ചിലവർ കൊന്നതിനെ തിന്നാ പാപം തീരും. ഇന്നോ നിങ്ങൾക്ക് അറിയാൻ വേണ്ടി ഞാൻ പറയാണ്, ഭാഗവതത്തിൽ എന്നല്ല വേദങ്ങളിലും ഇതിഹാസങ്ങളിലും ഉപനിഷത്തുകളും പറയുന്നുണ്ട്, രാജാക്കന്മാരെ അവരവരുടെ സ്വർഗപ്രാപ്തിക്ക് വേണ്ടി എത്ര അശ്വമേധയാഗങ്ങൾ ചെയ്തിട്ടുണ്ട്, എത്ര കുതിരകളെ കൊന്നിട്ടുണ്ട്, എത്ര പശുക്കളെ കൊന്നിട്ടുണ്ട്, എത്ര ജീവികളെ കൊന്നിട്ടുണ്ട്. അവരൊക്കെ ഉരുക്കുകൊക്കുകളായിട്ട് നരകത്തിൽ കാത്തു നിൽക്കുകയാണ്. ഈ നമ്മൾ മരിച്ചാൽ സ്ഥൂല ശരീരമോ സൂക്ഷ്മ ശരീരമോ അല്ല സഞ്ചരിക്കുന്നത്, കാരണശരീരം എന്ന് പറയും. കാരണശരീരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ തള്ളവിരൽ ആകൃതിയിൽ ഒരു കാറ്റാണ്. ആ കാറ്റാണ് ഈ റോക്കറ്റ് ഉടനെ കൂട്ടത്തിലേക്ക് പോവുക. അത് ഭടന്മാർ കെട്ടിക്കൊണ്ടുപോകണമെന്നൊക്കെ പുരാണങ്ങൾ പറയും. സ്വർഗവും നരകവും ഈ ഭൂമിയിൽ തന്നെയാണെന്നുള്ളത് സത്യം മാത്രം. അപ്പോൾ 20-25 കൊല്ലം എന്താണ് പറയുക, പിന്നെ ബോധമില്ലാണ്ട് കിടക്കുന്ന ആൾക്കാരെ ബന്ധുമിത്രാദികൾ നമ്മുടെ ഇടയിലുണ്ട്. ചികിത്സിച്ച് കുളം തോണ്ടിയിട്ടുള്ള ആൾക്കാരുണ്ട്, ഇരുന്നിരിപ്പിനും മരിച്ച ആൾക്കാരുണ്ട്. അതൊക്കെ തന്നെയാണ് പാപവും പുണ്യമായിട്ടും വരുന്നത്. എന്നിട്ടും നമ്മൾ പാഠങ്ങൾ പഠിക്കണില്ല. അപ്പോൾ സ്വർഗം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ കുറച്ച് ഇൻട്രസ്റ്റായിട്ട് കേരളത്തിൽ ഭാഗ്യക്കുറി കിട്ടിയിട്ടുള്ള ആൾക്കാരുടെ ചരിത്രമൊന്ന് മനസ്സിലാക്കുകയാണെങ്കിൽ 12 കോടി കിട്ടിയവർ കൂടി 4 കൊല്ലത്തിൻ്റെ ഉള്ളിൽ പാപ്പരായി പോയിട്ടുണ്ട്. എന്താ കാരണം? ഈ ധനം ആരുടെയാണ്? പബ്ലിക്കിൻ്റെ. 50 രൂപയും 200 രൂപയും 400 രൂപയും കൊടുത്തിട്ട് ടിക്കറ്റ് എടുക്കണത് ആരാ? എന്നെപ്പോലും നിങ്ങളെപ്പോലുള്ളവർ. എന്നെപ്പോലും നിങ്ങളുള്ളവരും എന്തിനാണ് ടിക്കറ്റ് എടുക്കണത്? എങ്ങനെയെങ്കിലും ഈ 5 കള്ളി ദാരിദ്ര്യത്തിൽ നിന്ന്, അല്ലെങ്കിൽ ഈ പറഞ്ഞില്ലേ ബെൻസ് കാറ് വാങ്ങണം, അല്ലെങ്കിൽ നല്ല വീട് വേണം, സൗകര്യം കൂടണം എന്നൊക്കെ പറയുന്നിട്ട് അതിന് പോകുമ്പം ബന്ധുക്കൾ തന്നെ നമ്മുടെ ശത്രുക്കളാവും.
കനകം മൂലം കാമിനി മൂലം കലഹം പലവിധ മുലകിൽ പലതും. അതാണ് സത്യം. അപ്പോൾ ഈ സമ്പത്തിനെ നിയന്ത്രിക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കണം. അതിൻ്റെ ചിലവ് അതെങ്ങനെയാണ് സമ്മതിക്കില്ല. ഓരോ രാഷ്ട്രീയ പാർട്ടി വന്നിട്ട് അത്ര വേണമെന്ന് പറയും, അല്ലെങ്കിൽ കുടുംബക്കാർ, അല്ലെങ്കിൽ എന്താണ് KSU അല്ല, KSF അല്ല, എന്തോ ഒരു പാർട്ടിയുണ്ട്, അതായത് NGOs, നൺ ഗസറ്റഡ് ഓഫീസ് എന്നല്ല അതിന് പേര്. NGOs എന്ന് പറയണമെങ്കിൽ പുറമേ നിന്നൊക്കെ പണം വാങ്ങിയിട്ട് ചിലവഴിക്കുന്ന ആൾക്കാരുണ്ട്, NGOs. അപ്പോൾ ഏറെക്കുറെ ആയി ഈ താപത്രയ വിനാശായ എന്നുള്ളത്. അപ്പോൾ കൊന്നു തിന്നാൽ അതിൻ്റെ പാപം തീരില്ല. നമ്മുടെ മനസ്സ് രജോ ഗുണമാവും, തമോ ഗുണമാവും. ഒരു കോഴീനെ തലപിരിച്ച് കൊന്ന് പൂടൊക്കെ മാറ്റി അതിനെ റോസ്റ്റ് ചെയ്ത് കഴിക്കുമ്പോൾ ഒരു സുഖമുണ്ട്. പക്ഷേ ആ കോഴിയുടെ ജീവൻ നമ്മളെ കാത്തിരിക്കുകയാണ്. എന്തിനാ ഈ വൈകൃതത്തിന് പോണത്? ഭാരതീയ തത്വശാസ്ത്രത്തിൽ അഹിംസയ്ക്ക് വളരെ പ്രാതിനിധ്യമുണ്ടെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ട് ആ ഒരു സംഗതിയിൽ നിന്ന് ഞാൻ വിരാമം ചെയ്യണം. അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് യം പ്രവ്രജന്തമനുപേദമപേദകൃത്യം ദ്വൈവായനോ വിരഹകാതര ആജുഹാവാം പുത്രേതി തന്മയതയാതരവേഭിനേദുസ്തം സർവഭൂതഹൃദയം മുനിമാനതോസ്മി. എന്താണ് ഇതിനർത്ഥം? അപ്പോൾ അവിടെ പറയുന്നുണ്ട്, പത്മപുരാണാന്തർഗതമായിരിക്കുന്ന 6 അധ്യായങ്ങൾ കൊണ്ട് ഭാഗവത മാഹാത്മ്യത്തെ പ്രതിപാദിക്കുന്നു. ആദ്യമായിട്ട് ഗുരുവന്ദനം. അതാണ് ഈ കൃഷ്ണം നാരായണം വന്ദേ, കൃഷ്ണം വന്ദേ വ്രജപ്രിയം, കൃഷ്ണം ദ്വൈപായനം വന്ദേ, കൃഷ്ണം വന്ദേ ഭൃതാസുതം. അത് കഴിഞ്ഞു ഭാഗവത ആചാര്യനായ ശ്രീ ശുഗമുനിയെ നമസ്കരിക്കുകയാണത്. ശുഗമുനി ആരുടെ മകനാ? വ്യാസൻ എന്നും പറയാം, വ്യാസരെന്ന് പറയണം. കാരണം എന്താ? ബഹുവചന. ഒന്നിലും അധികമല്ല. അദ്ദേഹത്തിനോടുള്ള ബഹുമാനം കൊണ്ട് വ്യാസർ എന്നാണ് പറയേണ്ടത്. ശരി, വ്യാസൻ എന്നല്ല പറയാം. വ്യാസൻ എന്ന് നമുക്ക് പറയാൻ പാടില്ല. വ്യാസരുടെ മകൻ. എന്നാ വ്യാസർക്ക് ഭാര്യ ഉണ്ടോ? ഇല്ല. വ്യാസർ ഒരു ദിവസം തൻ്റെ എന്താണ് പറയുക, പർണശാലയിൽ ഹോമാഗ്നിക്ക് മുന്നിൽ നിന്ന് ജീവിക്കുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഒരു എന്താണ് അവരെ പറയുക, ഗന്ധർവ വനിത അങ്ങനെ വേണം പറയാം. അതിൻ്റെ പേരെനിക്ക് ഓർമ്മ വരില്ല, ഗുണ്ടടിക്കാൻ വയ്യ എനിക്ക്. ഒരു തത്തട രൂപത്തിൽ വന്നിട്ട് ഇദ്ദേഹത്തിൻ്റെ പർണശാലയിൽ ഇരിക്കുകയാണ്. അപ്പോൾ ഇദ്ദേഹത്തിന് അറിയാം ഇതാരാണ് എന്നുള്ളത്. അപ്പോൾ അത് ഒരു കമനീയ ആകാരമുള്ളൊരു സ്ത്രീയാണ്. എന്തിനാ തത്തയായിട്ട് വന്നത്? നേരെ വന്ന ഇയാൾ ചിലപ്പോൾ ശപിച്ചാൽ എന്താ ചെയ്യുക? തത്തയാണെങ്കിൽ തത്തയുടെ രൂപമല്ലേ പോവുള്ളൂ. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇദ്ദേഹത്തിന് ഇന്ദ്രിയസ്ഖലനം ഉണ്ടായി എന്നാണ് പറഞ്ഞത്. ഇന്ദ്രിയസ്ഖലനം ഉണ്ടായപ്പോൾ ആ സ്ഖലിച്ച ഇന്ദ്രിയം രേതസ് വീണത് എവിടെയാണ്? അഗ്നികുണ്ഡത്തിൽ. അത് 16 വയസ്സായിട്ടുള്ള ഒരു അതീവ സൗന്ദര്യമുള്ള ആളായിട്ട് മാറുകയാണ്. എന്നാൽ മുഖം മാത്രം തത്തമാതിരിയാണ്. കാരണം അമ്മയുടെ മുഖം കൊണ്ടത്. ഉടനെ ദേവതമാരൊക്കെ വന്നു. ഓരോരുത്തർ ഓരോ കോണകം കൊടുത്തു, ഓരോരുത്തർ വടി കൊടുത്തു, ഓരോരുത്തർ കമ്മണ്ടൽ കൊടുത്തു, ഓരോരുത്തർ പൂഴ്ന്ന നൂല എന്നാണ് പറയാം. ഈ പൂഴ്ന്ന നൂല എന്ന് പറയുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം. പൂണോല എന്ന് അതിനെ പറയും. അതിന് 3 ചരടും ഒരു കെട്ടും ആണതിൽ. ബ്രഹ്മാണ്ടമാകുന്ന ഈ ശരീരത്തിനെ താങ്ങി നിർത്തുകയാണ് പൂണോല്. ഈ ഒരു കെട്ട് എന്നുള്ളത് ബ്രഹ്മം, 3 എന്നുള്ളത് ഏകമായ പരബ്രഹ്മം ത്രിവിധമായി പിരിഞ്ഞു എന്നുള്ള സങ്കല്പത്തിൽ നിന്നിൽ തമോ ഗുണവും രജോ ഗുണവും സാത്വിക ഗുണവും ഉണ്ട്. നീ തമോ ഗുണത്തിനെ രജോ ഗുണം കൊണ്ട് ഇല്ലായ്മ ചെയ്യണം. സാത്വിക ഗുണം കൊണ്ട് രജോ ഗുണത്തിനെ ഇല്ലായ്മ ചെയ്യണം.
സാത്വിക ഗുണത്തിൽ ഇരിക്കുമ്പോൾ ഞാൻ കേമനാണ് എന്നൊരു ധാരണ മനസ്സിൽ കയറിയാൽ അധപ്പതനും വരും. അതുകൊണ്ട് ഈ 3 ഗുണങ്ങളെയും ഈശ്വര പാതാരവിന്ദത്തിൽ സമർപ്പിച്ച് ദാസോഹം തവ കേശവ, പ്രമാണമുണ്ട്, ഞാൻ അങ്ങയുടെ കേശവൻ്റെ, കേശി എന്ന അസുരനെ നിഗ്രഹിച്ചവൻ്റെ ദാസനാണ് എന്നാണ്. ആ ഒരു പ്രമാണം വെച്ചിട്ടാണ് എൻ്റെ ഗുരുനാഥൻ, ഈ ഫോട്ടോയിലിരിക്കുന്ന ആൾ എൻ്റെ ഗുരുനാഥനാണ്. 83 വയസ്സിൽ, അദ്ദേഹത്തിന് 83 വയസ്സുള്ളപ്പോൾ എനിക്ക് 47 വയസ്സുള്ളപ്പോഴാണ് 1995 കർക്കിടക മാസം 2-ാം തീയതി IITയുടെ ഉള്ളിലുള്ള പത്മാവതി ക്ഷേത്രത്തിൽ വെച്ച് ഞങ്ങൾ കണ്ടുമുട്ടുകയാണ്. അതൊരു പ്രസ്ഥാനമായിട്ട് മാറി. അപ്പോൾ അദ്ദേഹം എനിക്കൊരു സ്റ്റേജ് പേര് തന്നു, കേരള ഭാഷോപാസന. കേരള ഭാഷാഗാനോപാസന എന്നായിരുന്നു. അത് കേരള ഗവൺമെൻറ്റിൻ്റെ കോപ്പിറൈറ്റാണ്. അത് വേണ്ട വിചാരിച്ചിട്ടാണ് ഒരു കസ്റ്റം ഓഫീസറാണ് എന്നോട് പറഞ്ഞത്, രാജേട്ടാ അത് മാറ്റണം, നാളെ പുലിവാലിൽ പോകണ്ട. അപ്പോൾ കേരള ഭാഷാ ഗാനോപാസന എന്നുള്ളത് മാറ്റിയിട്ട് കേരള ഭാഷോപാസനയാക്കി മാറ്റി. എന്തിനാണ് അങ്ങനെ ചെയ്തത്? ഞാൻ സെൻട്രൽ ഗവൺമെൻറ് സർവീസിൽ HRD മിനിസ്റ്ററുടെ അണ്ടറിൽ ആണ് IIT ഒക്കെ പ്രവർത്തിക്കുന്നത്. പുറമെ പ്രഭാഷണത്തിന് പോകണമെങ്കിൽ രജിസ്ട്രാറുടെ സമ്മതം വേണം. ദക്ഷിണൊന്നും വാങ്ങില്ല എന്ന് എഴുതി കൊടുക്കണം. ഇതൊക്കെ ഒരു സെൻട്രൽ ഗവൺമെൻറ് ഉദ്യോഗസ്ഥൻ്റെ എന്താണെന്നാ പറയുക, അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ എൻ്റെ ഇനീഷ്യൽ PN രാജഗോപാലൻ എന്നാണ്. അപ്പോൾ പന്തല്ലൂർ നാണിക്കുട്ടിയമ്മ രാജഗോപാലൻ. എന്താ അച്ഛൻ രംഗയ്യരായിട്ട് വരാത്തത് വിചാരിച്ചാൽ, പണ്ടുള്ളവർ ഭയങ്കര കുശാഗ്ര ബുദ്ധികളാണ്. നാളെ നമ്മൾ ഈ അച്ഛൻ്റെ പേരും പറഞ്ഞിട്ട് അച്ഛൻ്റെ സ്വത്തിന് ഗ്രാമത്തിൽ പോയിട്ട് അടിപിടി ഉണ്ടാക്കാൻ പാടില്ല. നിങ്ങൾക്കൊക്കെ കുറേ അരോചകമായിട്ട് തോന്നും, പക്ഷേ എനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണ് തോന്നുന്നത്. ഇന്ന് ഇന്ന് 2-ാമത്തെ ദിവസമാണ് ഈ പ്രഭാഷണം. ശ്രീ ഗുരുഭ്യോ നമ പറഞ്ഞിട്ട് ഞാൻ ശ്രീ രംഗനാഥ ശർമ്മണേ നമ എന്ന് പറഞ്ഞു. അത് എൻ്റെ അച്ഛൻ്റെ പേരാണ്. അച്ഛനെ ഞാനൊരു ഋഷിയാക്കി. ആരാ ഋഷി? ഋഷി എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു മന്ത്രം കണ്ടുപിടിക്കുക, അവരാണ് ഋഷി. അപ്പോൾ എനിക്ക് എൻ്റെ അച്ഛൻ ഋഷി തുല്യം തന്നെയാണ്. കാരണം എനിക്ക് ജന്മം തന്നു എന്ന് മാത്രമല്ല, ഞാൻ ശിഷ്യപ്പെടുന്നതിൻ്റെ മുമ്പ് തന്നെ ഒരുപാട് കാര്യങ്ങൾ എന്നെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട്. സ്വന്തം എന്ന പദത്തിന് അർത്ഥമില്ല എന്ന് എൻ്റെ അച്ഛനാണ് പറഞ്ഞ് മനസ്സിലാക്കിയത്. അത് എന്നെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയ കുട്ടിക്ക് എന്നെ ചിലപ്പോൾ അറിയില്ല. കാരണം എൻ്റെ മൂത്ത ചേച്ചിക്ക് കണ്ണ് കാണില്ല. 2.5 വയസ്സിൽ ഗ്രഹണി വന്നിട്ട് പോയിട്ടുള്ളതാണ്. പക്ഷേ ഷീസ് മച്ച് ബെറ്റർ ദാൻ അസ്. ഞങ്ങളെല്ലാവരേക്കാളും കേമത്തെയാണ്. കണ്ണ് കാണില്ലെങ്കിലും സൂചിയിൽ നൂല് കോർത്ത് പാവാടി മാക്സിയൊക്കെ തുന്നും, ബട്ടൺസ് വെച്ച് തരും, നന്നായി പാടും, ധാരാളം ന്യൂസ് കേൾക്കും. അപ്പോൾ എനിക്കൊരു 13 വയസ്സുള്ളപ്പോൾ എന്നോട് ചോദിക്കുകയാണ് അച്ഛൻ, നിങ്ങൾ 5 മക്കൾ ജീവിച്ചിരിക്കുന്നുണ്ട്, എന്തുകൊണ്ട് എൻ്റെ മൂത്ത കുട്ടിക്ക് കണ്ണ് കാണാണ്ടായി? ആരാണ് ഉത്തരവാദി? അപ്പോൾ പറഞ്ഞു തരുന്നത് എന്താ, വി ആർ ആൾ സെപ്പറേറ്റ് എൻറ്റിറ്റീസ്. അവരവർ ചെയ്ത കർമ്മഫലങ്ങൾ അനുഭവിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ മുൻജന്മത്തിൽ കൊടുക്കാനും വാങ്ങാനും ബാക്കി ഉണ്ടാവണത് പൂർത്തീകരിക്കാനാണ് ഈ ജന്മത്തിൽ ഭാര്യ, ഭർത്താവ്, അച്ഛൻ, അമ്മ, സഹോദരി, സഹോദരന്മാരായിട്ട് വരുന്നത്. അത് ഒരാൾ മരിച്ചാൽ പെൺമക്കളുണ്ടെങ്കിൽ വാതിൽ വരെ, ആൺമക്കൾ ചുടല വരെ, പിന്നെയും സഞ്ചാരം ചെയ്യണം ആത്മാവ്. അതിന് കാരണശരീരം എന്നാണ് പറയാം. കാരണശരീരം കാരണമില്ലെങ്കിൽ കാര്യമില്ലാതെ കണ്ട് മുകുന്ദ പാതാരവിന്ദത്തിൽ വിലയം പ്രാപിക്കാം. വേറെ എവിടെ പോയാലും മടങ്ങി വരണം. ചന്ദ്രമണ്ഡലത്തിൽ പോയാൽ ജീവൻ മടങ്ങി വരും. ജീവൻ എങ്ങനെയാണ് മടങ്ങി വരുന്നത്? ജീവൻ ചന്ദ്രമണ്ഡലത്തിൽ നിന്ന് മഴയിൽ കൂടെയാണ് വരിക. ജീവൻ അത് ഭൂമിയിൽ വന്ന് ഏതെങ്കിലും ഒരു സസ്യമായിട്ട്, ഏതെങ്കിലും ഒരു പുരുഷൻ്റെ ചോരയായിട്ട് വരും.
ആ ചോരയാണ് മജ്ജയായി മാറുന്നത്. ആ മജ്ജയിൽ നിന്നാണ് ഓജസ് ഉണ്ടാവുന്നത്. ഓജസ്സിൽ നിന്നാണ് പുരുഷന് രേതസ് ഉണ്ടാവുന്നത്. ആ രേതസ് സ്ത്രീ യോനിയിൽ കൂടി സ്ത്രീയുടെ ഗർഭാശയത്തിലെത്തുമ്പോൾ ആദ്യ ദിവസത്തിൽ എന്താണെന്നതിന് പേര് പറയുന്നുണ്ട്. രാമായണത്തിലും പറയുന്നുണ്ട്, ഭാഗവതത്തിലും പറയുന്നുണ്ട്, ഇതര പുരാണങ്ങളിലും പറയുന്നുണ്ട്. 5 ദിവസം ആവുമ്പോൾ അതിൻ്റെ ഭംഗി അല്ല അതിൻ്റെ രൂപം എന്താണ്, അതിൻ്റെ പേരെന്താണ്. 22-ാം ദിവസം ആകുമ്പോൾ അതിൻ്റെ രൂപം എന്തായിരിക്കും. അങ്ങനെ 2-ാം മാസം, 3-ാം മാസം, 4-ാം മാസം, 5-ാം മാസം, 6-ാം മാസം വരുമ്പോഴേക്കും അമ്മമാർ ചോദിക്കും പെൺകുട്ടികളുടെ അടുത്ത്, നിൻ്റെ വയറ്റിൽ ഇളക്കം തുടങ്ങിയോന്ന്. വലതുഭാഗത്ത് ഇളകിയാൽ ആ കുട്ടി എന്നൊരു ശാസ്ത്രം പറയും. അപ്പോൾ ഈ ശാസ്ത്രങ്ങളൊക്കെ അവർക്ക് എവിടുന്ന് കിട്ടി? തലമുറകളായിട്ട് പറഞ്ഞു വരുന്നതാണ് ഈ ശാസ്ത്രങ്ങളൊക്കെ. അപ്പോൾ ഗർഭസ്ഥ ശിശുക്കളല്ല സ്ത്രീകൾ കടുമാങ്ങ അല്ലെങ്കിൽ ഉപ്പുമാങ്ങ കൂടുതൽ കഴിക്കരുത് പറയും. എന്താ കഴിച്ചാൽ എൻ്റെ രുചിക്കല്ലേ അമ്മായിയമ്മ ചോദിക്കുന്നവരുണ്ട്. അല്ല, നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൻ്റെ സൂക്ഷ്മാവസ്ഥ കുട്ടികളുടെ ശരീരം വളരാൻ ഉപയോഗിക്കുകയാണ്. അപ്പോൾ മലമൂത്രാദികളിലാണ് ഈ കുട്ടി വളരുന്നത്. ചോരയും മലവും മൂത്രമൊക്കെ ഉണ്ട് ഗർഭാശയത്തിൽ. അതിൽ ചാവിള്ള പോലെ ഒരു ലായനിയിലാണ് നമ്മൾ കിടക്കുക. കണ്ണൊക്കെ അടച്ച്, വായൊക്കെ അടച്ച്, കയ്യും കാലും കൂട്ടിപ്പിടിച്ച് ഏറെക്കുറെ ഒരു പറങ്കിയണ്ടിയുടെ രൂപത്തിലാണ് തല 2 മുട്ടുകൾക്ക് ഉള്ളിൽ വെച്ചിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ ഭഗവാനെ തപസ് ചെയ്യാന്നാണ് പറഞ്ഞത്. ഭഗവാനോട് പറയുന്നുണ്ട്, അങ്ങക്ക് എന്നോട് തലനാരഴയ്ക്ക് സ്നേഹമുണ്ടെങ്കിൽ എന്നെ പുറത്തു വിടരുത് എന്നാണ് ജീവൻ പറഞ്ഞത്. ജീവൻ ജന്തു എന്നാണ് പറയാം. ജീവനുള്ളതിനാണ് ജന്തു എന്ന് പറയാം. അപ്പോൾ ഭഗവാൻ പറയും, എനിക്ക് നിന്നോട് ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല, ഈ ജന്മം നീ ചോദിച്ച് വാങ്ങിയിട്ടുള്ളതാ. അതുകൊണ്ട് നീ ഭൂമിയിൽ എന്നെ മറക്കാതെ കൊണ്ടിരിക്കേ. ഇനിയൊരു പുനരഭി ജനനം പുനരഭി മരണം ഇല്ലാത്ത അവസ്ഥയെ നീ പ്രാപിക്കുക, നിനക്ക് രക്ഷപ്പെടാം. ഓ ശരി, ആമേൻ എന്ന് പറഞ്ഞാൽ വരുന്നത്. പക്ഷേ തല യോനിദ്വാരത്തു കൂടെ പുറത്തേക്ക് വരുന്ന സമയത്ത് ഭഗവാന്റെ മായ ഗ്രഹിക്കും കുട്ടീനെ. ആ മഹാമായ ആണ് നമ്മുടെ ദേവി അമ്പലങ്ങളിലൊക്കെ ഭദ്രകാളിയായിട്ടിരിക്കുന്നത്, അല്ലെങ്കിൽ പിന്നെ ഭഗവതി ആയിട്ടിരിക്കുന്നത്. അപ്പോൾ അമ്മേ മഹാമായേ ജഗദംബികെ രാജരാജേശ്വരി, എന്നെ മായയിൽ വലയ്ക്കരുതേ. അങ്ങയുടെ നിയന്താവായിരിക്കുന്ന ശ്രീ മഹാവിഷ്ണുവിൽ എത്തിച്ചേരാൻ ധർമാർത്ഥ കാമ മോക്ഷം എനിക്കുണ്ടാവണേ എന്ന് പ്രാർത്ഥിക്കുന്നതിന് പകരം എനിക്ക് വെളുത്ത കുട്ടി വേണം, തലമുടിയുള്ള കുട്ടി വേണമെന്ന് ആണുങ്ങൾ പ്രാർത്ഥിക്കും. പണ്ട് ആണുങ്ങൾ സൽസ്വഭാവിയായിട്ടുള്ള കുട്ടി വേണം. ഇപ്പം അങ്ങനെയല്ല, നല്ല പാക്കേജുള്ള കുട്ടിയായിരിക്കണം, കയ്യോ കാലോ ഇല്ലെങ്കിലും കുഴപ്പമില്ല, പാക്കേജ് കാശെന്നർത്ഥം. അപ്പോൾ മഹാമായ അല്ലെങ്കിൽ തന്നെ നമ്മളെ ഗ്രസിച്ചിട്ടുണ്ട്. അപ്പോൾ ആ മഹാമായയിൽ കൂടുതൽ നമ്മൾ വ്യാപൃതരാവുകയാണ്. അപ്പോൾ നമുക്ക് രക്ഷയില്ല. ധർമാർത്ഥ കാമത്തിൽ നമ്മൾ ഈ മൂന്നെണ്ണം കാമം അർത്ഥം ധർമ്മം അർത്ഥം കാമം മാത്രമേ നമ്മൾ അനുഭവിക്കണം. മോക്ഷം അനുഭവിച്ചാൽ പിന്നെ എന്തുണ്ടാവില്ല, പോപ്പുലേഷൻ വളരില്ല. അതിനാണ് കുടുംബാസൂത്രം എന്ന് പറയും. അത് പറഞ്ഞാൽ രാഷ്ട്രീയവും അതുകൊണ്ട് ഞാനത് പറയണില്ല. അപ്പം എങ്ങനെ പോയാലും നമ്മുടെ ഉള്ളിലുള്ള വൈകൃതങ്ങളാണ് നമ്മൾക്ക് ദോഷമായിട്ട് സങ്കല്പിക്കുന്നത്. അപ്പോൾ എന്ത് പ്രാർത്ഥിക്കണം? നല്ല വിദ്യ തരണേ, നല്ല ബുദ്ധി. അപ്പോൾ ഈ നല്ല വിദ്യ എന്നുള്ളതിനാണ് സദ്ബുദ്ധി തരണേ. സദ്ബുദ്ധി എന്ന് പറഞ്ഞാൽ ഈ സ്നേഹം ഘനീഭവിച്ചതാണ് പ്രേമം. അതും കൂടി മനസ്സിലാക്കണം. സ്നേഹം ഘനീഭവിച്ചതാണ്, പഞ്ചസാര ഘനീഭവിച്ചതാണ് കൽക്കണ്ടം. അപ്പോൾ കൽക്കണ്ടം കടിച്ച് തിന്നാൻ പറ്റില്ല. കൽക്കണ്ടത്തിനെ വായയിലിട്ടിട്ട് നാവ് കൊണ്ട് ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ബാൾ കളിക്കണ കൂട്ടത്തിൽ, ബാൾ കീപ്പ് ചെയ്യണ കൂട്ടത്തിൽ, ബാളിനെ കൺട്രോൾ ചെയ്യണ കൂട്ടത്തിൽ അതിനെ അനുഭവിച്ച് അതിൻ്റെ രസം ഇറക്കണം. അതേമാതിരി ഭാഗവത രസം, ഭാഗവത സുധ, ഓരോ വാക്കിൻ്റെയും അർത്ഥതലങ്ങൾ അറിഞ്ഞ് അതിൽ ആകൃഷ്ടരാവണം.
അപ്പോഴാണ് നമുക്ക് എന്തുണ്ടാവുക? സംസാരസാഗരേ മഗ്നം ദീനം മാം കരുണാനിധേ, ഞാൻ സംസാര സമുദ്രത്തിൽ മുങ്ങിത്താഴാണ്, എന്നെ രക്ഷിക്കണേ. സംസാരം എന്ന് പറഞ്ഞാൽ എന്താ? ജനിക്കുക മരിക്കുക, അതിനാണ് സംസാരം എന്ന് പറഞ്ഞത്. ജനന മരണങ്ങളില്ലാത്ത അവസ്ഥയാണ് സംസാരത്തിന് പുറത്ത്. നിങ്ങളിൽ ആരെങ്കിലും ഷോർട്ട് ഹാൻഡ് പഠിച്ചിട്ടുള്ള ആൾക്കാർക്ക് അറിയാം, 1/6 ഓഫ് എൻ ഇഞ്ച്, ഒരു ഇഞ്ചിൻ്റെ അതെ 1/6 ഒരു വര. തിന്നാണെങ്കിൽ ഓൺ ദി ലൈൻ ആണെങ്കിൽ ഇറ്റ്, എബവ് ദി ലൈൻ ആണെങ്കിൽ അറ്റ്, ത്രൂ ദി ലൈൻ ആണെങ്കിൽ ഔട്ട്. ഞാൻ ഇൻസ്ട്രക്ടറായിരുന്നു, ഷോർട്ട് ഹാൻഡ് ഇൻസ്ട്രക്ടറായിരുന്നു, അതുകൊണ്ട് അത്രയൊക്കെ പറഞ്ഞത്. അപ്പോൾ ഏതൊരു കാര്യം നമ്മുടെ സ്മൃതിപഥത്തിൽ ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ഈശ്വര കാരുണ്യം വേണം. അപ്പോൾ ഞാനത് പുസ്തകം നോക്കിയിട്ടല്ലല്ലോ പറഞ്ഞത്, എഴുതി വെച്ചിട്ടല്ലല്ലോ പറഞ്ഞത്. നിങ്ങളുടെ മുമ്പിലുള്ളത് ടെക്സ്റ്റ് ബുക്കാണ്. ഈ ഒരു പേജ് ഞാൻ മാറ്റിയിട്ടില്ല അതേവരെ. കാരണം ഒരു ശ്ലോകം കഴിഞ്ഞിട്ടില്ല. കഴിയും, നാളത്തോടു കൂടി നമുക്ക് ഇതിലേക്ക് പോവാം. പക്ഷേ ഇതൊരു ഫിൽട്ടറിങ് ഏർപ്പാടാണ്. മുറം ഉപയോഗിക്കണത് എന്തിനാണ്? മുറം എല്ലാവർക്കും മുറത്തിൽ പാറ്റാൻ അറിയില്ല. മുറത്തിൽ നല്ലതൊക്കെ നിൽക്കും, ചീത്തൊക്കെ പോവും. അപ്പോൾ ഈ മുറം ഉപയോഗിക്കുന്ന കൂട്ടത്തിലാണോ റവ ചലിക്കുക, അല്ലെങ്കിൽ ഗോതമ്പ് പൊടി? ഇപ്പോൾ ഒക്കെ പാക്കറ്റ് നിട്ടിട്ട് നേരെ ചീന്തട്ടിയിലേക്ക് പോവുകയാണ്, ഉപ്പുമാവ് പറഞ്ഞിട്ട്. വളരെ സോ കൂൾ. അങ്ങനെയല്ല. അപ്പോൾ ചെല്ലട എന്ന് പറയും. പല ദ്വാരം ഉണ്ടാവും. വലിയ മണികൾ വീഴാനുള്ളത്, ചെറിയ മണികൾ വീഴാനുള്ളത് ചെല്ലട. അപ്പോൾ ചെല്ലടയിൽ നല്ലത് നിൽക്കില്ല. ചെല്ലടയിൽ നിൽക്കണത് മുഴുവൻ കരടായിരിക്കും. അത് കൊട്ടിക്കളയണം, നല്ലതൊക്കെ തിളത്താ. അപ്പോൾ ഞാൻ മുറം മാത്രമേ ഉപയോഗിക്കൂ എന്ന് പറഞ്ഞാൽ എന്തായി? ചെല്ലട ഉപയോഗിക്കാൻ അറിയില്ല എന്നർത്ഥമായി. അപ്പോൾ ഇവിടെ ശരി ഏത് തെറ്റേത്, ധർമ്മമേത് അധർമ്മമേത്, സുഹൃതാനുഭൂതി ഉണ്ടാക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെ, ദുരിതാനുഭൂതി ഉണ്ടാക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെ, ഇതൊക്കെ വേർതിരിച്ചറിയാൻ സാധിക്കണം. അതൊക്കെ വേർതിരിച്ചറിഞ്ഞാൽ വി ആർ മിസ്റ്റർ ക്ലീൻ, മിസ് ക്ലീൻ, മിസ്സിസ് ക്ലീൻ ആയിട്ട് മാറിക്കഴിഞ്ഞു നമ്മൾ ആവും. അപ്പോൾ ഇവിടെ അപ്പോൾ നമ്മളിത് പറയാൻ കാരണം എന്താ? ആരാണ് ശുകം മഹർഷി? വ്യാസരുടെ പുത്രനാണ്. അപ്പോൾ വ്യാസരുടെ ഈ ഭാഗവതം മാത്രം പഠിച്ചാൽ നിങ്ങൾക്കിത് തെറ്റുപറ്റും. എന്താ തെറ്റ്? ശുഖബ്രഹ്മ മഹർഷി നിത്യബ്രഹ്മചാരിയാണെന്ന് മനസ്സിലാവും. ദേവി ഭാഗവതം പഠിച്ചാൽ അദ്ദേഹം വിവാഹം കഴിച്ച് 4 കുട്ടികളുണ്ടായിട്ടുണ്ട്. എന്നിട്ടാണ് ആദ്യത്തെ 25 വർഷം ബ്രഹ്മചര്യം, അത് കഴിഞ്ഞാൽ ഗൃഹസ്ഥാശ്രമം, 50 വയസ്സ് കഴിഞ്ഞാൽ വാനപ്രസ്ഥം. പക്ഷേ ഇദ്ദേഹം കുട്ടികളൊക്കെ ഉണ്ടായി എന്നല്ലാതെ കണ്ട് പിന്നെ അവിടെ തന്നെ കടന്നില്ല. അദ്ദേഹം ശിവനെ തപസ് ചെയ്ത് ഒരു നക്ഷത്രമായിട്ട് മാറി. അപ്പോഴാണ് വ്യാസര് ശുഗാ എന്ന് വിളിച്ച് കരയാണ് പുത്രദുഃഖം കൊണ്ട്. അത് പാടില്ലാതാണ് ഭാഗവതം പറഞ്ഞത്. അതിനാണ് ഈ കഥ. അത് പറയും, ആചാര്യന്മാർ പറയും, പൗരാണികർ വായിക്കും, നിങ്ങൾ കേൾക്കും. അതിനിടയ്ക്ക് ഉപ്പുമാവോ അല്ലേ, കാലത്ത് ഉപ്പുമാവ്, ഇഡ്ഡലി, ചട്നി, സപ്താഹത്തിന് പോയാൽ ഉച്ചയ്ക്ക് 4-ാം ദിവസമാണെങ്കിൽ അവതാരം, സദ്യ, 5-ാം ദിവസം പാൽപ്പായസം വേണം നിർബന്ധം. എന്താ കാരണം? രുക്മിണി സ്വയംവരം നടക്കുന്നത് വൈകുന്നേരം, പക്ഷേ ഉച്ചയ്ക്ക് ഊണ് ഗംഭീരമാവണം. അതിൻ്റെ ഇടയിൽ പോവതൊക്കെ. അപ്പോൾ ഈ ഭാഗവതം ഈ ഇന്നലെ ഒരാളുടെ പേര് പറയുണ്ടായി, ആത്മദേവൻ എന്നുള്ളത്. ആ ആത്മദേവൻ്റെ മകൻ ദുന്ദുലി. ആ ദുന്ദുലിക്ക് ഒരു കുട്ടി ഉണ്ടായി, ദുന്ദുകാരി. ആ ദുന്ദുകാരി മരിച്ച് 100 ഗയാശ്രാദ്ധം ചെയ്തു. ആരെ? ഈ ആത്മദേവൻ അനപത്യ ദുഃഖം സഹിക്കാൻ വയ്യ. അനപത്യ ദുഃഖം എന്ന് പറഞ്ഞാൽ കുട്ടികളില്ലാത്ത ദുഃഖം എന്നർത്ഥം. അനപത്യ ദുഃഖം സഹിക്കാൻ വയ്യാതെ കണ്ട് ഒരു ഋഷി, ഒരു സന്യാസീനെ കണ്ടുമുട്ടുണ്ട്. അപ്പോൾ സന്യാസി ഇദ്ദേഹത്തിൻ്റെ ശിരോലിഖിതം വായിച്ചപ്പോൾ മനസ്സിലായി 7 ജന്മം ഇയാൾക്ക് കുട്ടികളുണ്ടാവാൻ പോകില്ല. അപ്പോൾ
അത് പറഞ്ഞു, എടോ താൻ വെറുതെ കുട്ടികൾ ഇല്ല എന്ന് പറഞ്ഞ് ബുദ്ധിമുട്ടണ്ട. അത് പറയുമ്പോൾ വേറൊരു കാര്യം പറഞ്ഞു. എന്താ പൂന്താനം പണ്ട് നമ്മുടെ ഇടയിൽ ഒരു 450-500 വർഷം ഏറെക്കുറെ തുഞ്ചത്ത് എഴുത്തച്ഛനും നാരായണ ഭട്ടതിരിക്കും സമകാലികനായിട്ട് ഒരു തിരുമേനി ഉണ്ടായിരുന്നു ഇവിടെ പെരിന്തൽമണ്ണ അടുത്ത്. അദ്ദേഹം ഒരു പാട്ട് പാടി. എന്താ പാടിയത്? ഉണ്ണികൃഷ്ണൻ മനസ്സിൽ കളിക്കുമ്പോൾ മറ്റ് ഉണ്ണികൾ വേറെ എന്തിന്. എനിക്ക് പാട്ടറിയില്ല, പാട്ട് പാടാറില്ല ഞാൻ. ഓർമ്മ വയ്ക്കാൻ എനിക്കറിയേണ്ട ആവശ്യമില്ല. പക്ഷേ ഞാൻ പറയാൻ തുടങ്ങി അങ്ങനെ വരും, ഭഗവാൻ തരും എനിക്ക്. അപ്പോൾ അതൊക്കെ നമുക്കറിയാം. പക്ഷേ വിവാഹം കഴിഞ്ഞ് ഒരു കൊല്ലാകുമ്പോഴേക്കും കുട്ടി ഉണ്ടായിട്ടില്ലെങ്കിൽ പിന്നെ തെറ്റായ രീതിയിലാണ് ആ പെൺകുട്ടീനെ എല്ലാവരും ശ്രദ്ധിക്കുക. മച്ചി എന്നൊക്കെ പറയാൻ തുടങ്ങും ആൾക്കാർ. അപ്പോൾ ഒരു സ്ഥലത്ത് പറയുന്നു, പും എന്ന നരകത്തിൽ നിന്ന് ത്രാണനം ചെയ്യുന്നവനാണ് പുത്രൻ അല്ലെങ്കിൽ പുത്രി. വേറൊരു സ്ഥലത്ത് ഞാനിപ്പോൾ സത്യം പറഞ്ഞാൽ രാമായണം, ശ്രീമദ് ഭാഗവതം, ദേവീ ഭാഗവതം, മഹാഭാരതം 1,00,000 ശ്ലോകങ്ങൾ വായിച്ചു പഠിച്ചു പ്രഭാഷണം ചെയ്യാൻ വേണ്ടിയിട്ട്. അതിൽ അനുശാസന പർവം പറഞ്ഞുന്നുണ്ട്. 1500 പേജുകൾ അനുശാസന പർവം. ശാസിച്ച് പഠിക്കേണ്ട കാര്യമാണ്, ശിക്ഷിച്ച് പഠിക്കേണ്ട കാര്യം. അതിൽ 6 വോളിയുള്ളത്. 1100 ചില്ലാൻ പേജ് ഉണ്ടാവും ഓരോ വോളിയത്തിൽ. അതിൽ അവസാനത്തെ വോളിയാണ് ഹരിവംശം. നിങ്ങൾ നാരായണീയം ആഖ്യാനം വായിക്കുമ്പോൾ ചിലവർ റഫർ ഹരിവംശം. തലകുത്തി നിന്നാൽ കാണില്ല അത് എവിടെയാണെന്നുള്ളത്. ആർക്കും അറിയില്ല. ഹരിവംശം അത് ഭാഗവതത്തിൻ്റെ അവസാനത്തെ ഭാഗമാണ്. മഹാഭാരതം 1,50,000 ഉള്ളത് 6 വോളിയായിട്ട് കുഞ്ഞുകുട്ടൻ തമ്പുരാൻ മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ വേറെ പ്രോസും കിട്ടാണ്ട്. ഞാൻ പദ്യമാണ് വായിച്ചിട്ടുള്ളത്. അപ്പോൾ അതിലൊരു അപ്പോൾ ഈ പിന്നെ അപ്പോൾ ഞാൻ ഈ വിഷ്ണു എന്താ പറയുക, ഇപ്പോൾ ഞാൻ വായിക്കുന്നത് ഭാഗവതം തന്നെ ആണ്. അത് കൂടാണ്ട് ഞാൻ പിന്നെ എന്തൊരു കഷ്ട വിഷ്ണു പുരാണം ഞാൻ വായിച്ചു പഠിച്ചു. അത് കൂടാണ്ട് ഒരു പത്മപുരാണം 3 വോളിയുണ്ട്, 3 പഠിച്ചു. ഇനി ബാക്കിയുള്ളതുണ്ട്, 18 പുരാണങ്ങൾ വായിച്ച് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്കാണ് ഇപ്പോൾ ഈ ഒരു ദൗത്യം. ശരി, എന്നെ കൊണ്ട് അവിടെ പോലെ ഞാൻ പറയാമെന്ന് പറഞ്ഞിട്ടാണ് അങ്ങനെ. കാരണം ഞാനിപ്പോൾ ഒരു യൂട്യൂബിൽ ശ്രീകൃഷ്ണ കഥാമതം പറഞ്ഞുകൊണ്ടിരിക്കണു, ശ്രീമദ് ഭാഗവതം പറഞ്ഞിട്ടുണ്ട്, ദേവി ഭാഗവതം പറഞ്ഞിട്ടുണ്ട്, രാമായണ തത്വം പറഞ്ഞിട്ടുണ്ട്, വിഷ്ണു സഹസ്രനാമത്തിൻ്റെ അർത്ഥം പറഞ്ഞിട്ടുണ്ട്, ധാരാളം പറഞ്ഞിട്ടുണ്ട്. എന്നാലും ആവശ്യക്കാരന് ഔചിത്യം നോക്കണ്ടെന്ന് പറയും. എന്നോടൊരു ഒരു ആളെ ആത്മാർത്ഥമായിട്ട് ഇങ്ങനെ ചെയ്യോ രാജേട്ടാ ചോദിച്ചപ്പോൾ വയ്യാന്ന് പറയാൻ പറ്റില്ല. അത് ഈശ്വരൻ്റെ നിയോഗമായിട്ടാണ് ഞാൻ കണക്കാക്കണത്. ഈശ്വര നിയോഗം എന്നെക്കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ സാധിപ്പിക്കും എന്നുള്ളത് ഈശ്വരന് മാത്രമേ അറിയുള്ളൂ, എനിക്കറിയില്ല. അപ്പോൾ ഇതൊക്കെ പറയാൻ കാരണം എന്താ? ഈ പുത്രദുഃഖം വ്യാസർക്കുണ്ടായിരുന്നു. പക്ഷേ വ്യാസർ വേദങ്ങളെ വിന്യസിച്ച് 4 വേദങ്ങളും നമ്മൾക്ക് തന്നിട്ടുണ്ട്. അതാണ് ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവവേദം. എന്നാൽ ഈ അഥർവവേദം സാമാന്യക്കാർ ഉൾക്കൊള്ളില്ല. കാരണം എന്തിനു വേണ്ടിയിട്ടാണ്? പാഷണ്ഡന്മാർക്ക് എന്നുള്ളതാണ് പറയാം. എന്താ ഈ പാഷണ്ഡ മതം എന്ന് പറഞ്ഞാൽ? ഭം പോലോ പണ്ട് ശിവകിങ്കരന്മാർ, ശിവനെ ആരാധിക്കുന്ന കുറേ ആൾക്കാരെ കഞ്ചാവ് വലിച്ച് കള്ളു കുടിച്ച് തലകുത്തി മരണ ആൾക്കാരുണ്ട്. പിന്നെ അഘോരികൾ, മനുഷ്യനെ സംസ്കരിക്കുമ്പോൾ പകുതി വെന്ത മനുഷ്യ ശരീരം തിന്നുന്നവർ. സത്യം പറഞ്ഞാൽ മഹാവിഷ്ണു പരമശിവനെ വിളിച്ച് ആദേശിച്ചു പാഷണ്ഡ മതത്തിൻ്റെ തലവനാവാൻ വേണ്ടിയിട്ട്. ഇതിപ്പോൾ എത്ര ആൾക്കറിയും? അപ്പോൾ കോഴിയും കള്ളും കുടിക്കണവരെ എന്തിൻ്റെ പേരിലാണെങ്കിലും പാഷണ്ഡന്മാരാണ് എന്ന ചരിത്ര സത്യം നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല, എനിക്ക് ഉൾക്കൊള്ളാണ്ടിരിക്കാനും പറ്റില്ല. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഉൾക്കൊള്ളാം. അപ്പോൾ നമ്മളെന്ത് വേണം? ഏത് തരത്തിലാണെങ്കിലും ശരി,
ഏത് തരത്തിലാണെങ്കിലും ശരി. ശാക്തേയം, വൈഷ്ണവം, ശൈവം എന്നൊക്കെ ഞാൻ ഇന്നലെ പറഞ്ഞു, നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കണം. അപ്പോൾ ഒരു പ്രത്യേക വിഭാഗത്തിന് ഇതാവാം എന്ന് പറഞ്ഞിട്ടില്ല. അത് പാഖണ്ഡ മതത്തിന് വേണ്ടിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ധർമ്മം, അർത്ഥം, കാമത്തിൽ നിൽക്കാതെ കണ്ട് മോക്ഷത്തിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊക്കെ ഒഴിവാക്കണം. അപ്പോൾ ഈ പുരാണം നമ്മളെ നയിക്കുന്നത് മോക്ഷത്തിലേക്കാണ്. ധർമ്മഗ്രന്ഥമാണ്, ധാർമ്മികമായ കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞത്. ഇന്നലത്തെ സമയമായി ഇപ്പോൾ. അപ്പോൾ എങ്ങനെയാണ് ശുഖബ്രഹ്മ മഹർഷി നക്ഷത്രമായിട്ട് മാറിയത്? പണ്ടുള്ളവർക്ക് ഈ കോൺസ്റ്റലേഷൻ നോക്കിയിട്ട് പറയും, ഇതാണ് ശുക്ര നക്ഷത്രം, ഇതാണ് അരുന്ധതി നക്ഷത്രം എന്നൊക്കെ പറയും. അതൊക്കെ പറയണമെന്നുണ്ടെങ്കിൽ കുറച്ച് ജ്ഞാനം, അറിവ് അനിവാര്യമാണ്. മനസ്സിലായില്ലേ? അപ്പോൾ ഇവിടെ നമ്മൾ പറയാൻ തുടങ്ങിയത് എന്താണ് പറയുന്നത്? ഭാഗവത് ആചാര്യനായ ശ്രീ ശുഖമുനിയെ നമസ്കരിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് നമ്മളിപ്പോൾ ഇവിടെ നിർത്താൻ പോണത്. അപ്പോൾ ഏകദേശം ഒരു രൂപം ശുഖ മഹർഷിനെ പറ്റി പറഞ്ഞു. അതിൻ്റെ ശേഷം യം പ്രവ്രജന്തമനുവേദമവേദകൃത്യം ദ്വൈപായനോ, ഈ ദ്വൈപായനൻ എന്നാണ് വ്യാസരുടെ ശരിക്ക് പേര്, ദ്വൈപായന മഹർഷി. വിരഹകാതര ആജുഹാവ, മകൻ മരിച്ചതിലല്ല, മകൻ അപ്രത്യക്ഷമായതിലുള്ള വിരഹകാതരമാജുഹാവ, സഹിക്കാൻ പറ്റിയില്ല. പുത്രേതി തന്മയതയാതരവേഭിനേതുസ്ഥം സർവഭൂതഹൃദയം മുനിമാനദോസ്മി. അപ്പോൾ ഒരു അശരീരി കേട്ടു എന്നാണ് പറഞ്ഞത്. എന്ത്? സർവഭൂത ഹൃദയം, നമ്മളൊക്കെ ഭൂതങ്ങളാണ്. അത് ലോപിച്ചിട്ടാണ് ഭൂതമായത്. ഈ ഭഗവതി കാവുകളിൽ പൂതം തിറ എന്നുള്ളത് ഭഗവതിയുടെ മുടിയാണ് അല്ലേ? അത് ശ്രദ്ധിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ അറിയാം. ഒരു അപസ്മാരമൂർത്തിൻ്റെ മുകളിലാണ് ഭഗവതി ഇരിക്കുന്നത്, അല്ലെങ്കിൽ വേറെ ഒരു മൂർത്തി എന്നും പറയും സാങ്കല്പികമായിട്ട്. ആ ദേവീനെ രണ്ട് ഭാഗത്തും വിളക്ക് പിടിക്കുന്ന ആൾക്കാരെ, കൊമ്പ് വിളിക്കുന്ന ആൾക്കാരെ, കൊട്ടുന്ന ആൾക്കാരെ, അങ്ങനെയാണ് ഈ തിറയുടെ ഇത്. അപ്പോൾ ഭൂതം എന്ന് പറഞ്ഞാൽ ജീവനുള്ളത് എന്നർത്ഥം. അപ്പോൾ ഞാനൊക്കെ ശരിക്കും പറഞ്ഞാൽ കടപ്പറമ്പത്തുകാവിലെ അമ്മയുടെ അടിമയാണ് ഞാൻ എന്ന് പറഞ്ഞാൽ ആ തട്ടകത്തിൽ ജീവിക്കുന്ന ആളാണ്. അപ്പോൾ ഞാനും ഭൂതമാണ്. അപ്പോൾ സർവഭൂത ഹൃദയം. അപ്പോൾ ഈ മുനിമാനദോസ്മി, മുനിയായി തീർന്നിട്ടുള്ള വേദവ്യാസരും വേദവ്യാസരുടെ മകനൊക്കെ നമ്മുടെ ഹൃദയത്തിലുണ്ട്. കാരണം എന്താ? അവർ പരബ്രഹ്മമൂർത്തിനെ ആരാധിച്ചുകൊണ്ടിരിക്കുകയാണ്. അഹം ബ്രഹ്മാസ്മി, അപ്പോഴാണ് എത്തുക. അങ്ങനെയുള്ള ഈ ഭാഗവത സുധ നിങ്ങൾക്ക് അനവരതം അനുഭവിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു. നാളെ കുറേ കൂടി സ്പീഡിൽ എവിടേക്ക് പോവാം, ശ്ലോകത്തു കൂടെ നമുക്ക് കടന്നു പോവാം കേട്ടോ. നമസ്കാരം.